പുറമേന്ന് ചോദിച്ച എല്ലാ ചോദ്യത്തിനും എവിടെ നിന്ന് ഉത്തരം കൊടുക്കണം? സിലബസിൽ നിന്ന് നാം ഉത്തരം കൊടുത്താൽ ജയിക്കും. പുറത്തുനിന്ന് ഉത്തരം കൊടുത്താൽ, നമുക്ക് തോന്നിയതുപോലെ കൊടുത്താൽ തോറ്റുപോകും. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം ഒരു ടെസ്റ്റാണ്. ഇനി നമ്മുടെ പാർട്ടിലേക്ക് വരുന്നു. ഏതാണ്? ദ പർപ്പസ് ഓഫ് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരുടെ ഉദ്ദേശം. ഇവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ശിഷ്യന്മാരുടെ ഉദ്ദേശം എന്താണ്? ശിഷ്യന്മാരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. നമ്മൾ കാണുന്ന പ്രസംഗിക്കുന്ന ശിഷ്യന്മാർ, സൗഖ്യമാകുന്ന ശിഷ്യന്മാർ, ഇവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാരുടെ യഥാർത്ഥ ഉദ്ദേശം ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ആലോചനകൾ വെളിപ്പെടുത്തി കൊടുക്കുക, ഈ ഭൂമിയിൽ സ്ഥാപിക്കുക. ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുക ഈ ലോകത്തിൽ, മാത്രമല്ല ഇവിടെ അതിനെ സ്ഥാപിക്കുക. വായിക്കാം മാർക്കോസ് 3:14. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവൻ തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. കർത്താവ് ശിഷ്യന്മാരെ നിയമിക്കുകയാ. ശിഷ്യന്മാരെ നിയമിച്ചപ്പോൾ എന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുക അല്ല, പ്രസംഗിക്കുക അല്ല. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെ പറയുകയാണ് തന്നോട് കൂടെ ഇരിക്കണം. ഏതൊരു ശിഷ്യനും ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിന്റെ ആലോചന അറിയിക്കണമെങ്കിൽ തന്നോട് കൂടെ ഇരിക്കണം. നിങ്ങളെ ഫ്യൂച്ചറിൽ ഒരു പ്രസംഗത്തിനോ ഒരു പ്രബോധനത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കർത്താവിനെ വരെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് ദൈവിക ആലോചന പ്രാപിച്ച് ദൈവിക അരുളപ്പാട് പ്രാപിച്ചിട്ട് വേണം കടന്നു പോകാൻ. അല്ലാതെ കടന്നുപോയാൽ ചുമ്മാ സ്വരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാകില്ല. ആമേൻ. ദൈവവചനം പറയുന്നു, പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതിനെ പോലെ ഇരിക്കട്ടെ. 101 പ്രസംഗക്കുറിപ്പും പഠിച്ചിട്ട് പോകരുത്. ആമേൻ. ഞാൻ ഈ പ്രാവശ്യം ആ കുമ്മനാട് കൺവെൻഷൻ അവിടെ ചെന്നപ്പോ 501 പ്രസംഗക്കുറിപ്പ്, 101 പ്രസംഗക്കുറിപ്പ്, എനിക്ക് മനസ്സിലായി ഇത് ആരെ ഉദ്ദേശിച്ചാണ് വെച്ചിരിക്കുന്നതെന്ന്. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രസംഗക്കുറിപ്പ് വാങ്ങിച്ചിട്ട് പോകരുത്. കാരണം അതൊക്കെ മനുഷ്യന് പറയാനുള്ളതാ. പ്രസംഗിക്കുന്നവൻ മനുഷ്യന് പറയാനുള്ളതല്ല പറയേണ്ടത്. പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആദ്യം കർത്താവിനോട് കൂടെ ഇരിക്കണം. മനസ്സിലായോ? എന്നിട്ട് പോയി പ്രസംഗിക്കണം. എന്ത്? കർത്താവിനോട് കൂടി ഇരുന്നപ്പോൾ ഈ കർത്താവ് എന്താണോ പറഞ്ഞത് അത് പോയി പ്രസംഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാ. കാരണം കർത്താവ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാകും. കാരണം നല്ല ദൈവദാസന്മാരുടെ ജീവിത അനുഭവങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാകും. പക്ഷെ അതെല്ലാം വചനത്തിന്റെ സപ്പോർട്ട് കൂടി ആയിരിക്കണമെന്ന് മാത്രം. ആമേൻ. അപ്പോൾ തന്നോട് കൂടെ ഇരിക്കുക. തുടർന്ന് താൻ കൂടെ ഇരിക്കുമ്പോൾ എന്താലോചനയാണ് ദൈവത്തിന് കിട്ടിയത് അത് പോയി അറിയിക്കുക. അപ്പോൾ തന്നെ അവിടെ ദൈവരാജ്യം അവിടെ വന്നു എന്ന് തെളിയിക്കുക. എങ്ങനെ? രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അത് തെളിയിക്കുക. ഹല്ലേലൂയ. എപ്പോഴത് തെളിയിക്കാൻ പറ്റൂ? ദൈവം പറഞ്ഞ ആലോചന പറഞ്ഞാലേ ദൈവത്തിന്റെ ആത്മാവളെ റിലീസ് ചെയ്യപ്പെടൂ. നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ റിലീസ് ചെയ്യപ്പെടത്തില്ല. അതിനുവേണ്ടി നമ്മൾ തുനിയുമ്പോൾ നമുക്ക് ചില ക്വാളിറ്റീസ് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഭയമുള്ളവരെ കർത്താവ് ഈ ജോലിക്ക് വിളിക്കുന്നില്ല. ഭയമുള്ളവരെ കർത്താവിന് വേണ്ട. ആദ്യമേ കർത്താവ് പറയും, ഭയമുള്ളവരൊക്കെ പൊക്കോ. തുടർന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോ ഈ ലോകത്തിന്റെ സമ്പത്തും കൊണ്ട്, ഈ ലോകത്തിന്റെ പ്രൗഢിയും കൊണ്ട്, പ്രഭാവം കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് പിശാച് വരും. അതിനോടും നോ പറയണം.
ജയം പ്രാപിക്കണമെങ്കിൽ, വിജയകരമായ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൽ നടത്തണമെങ്കിൽ പലതിനോടും നോ പറയണം. നോ പറയേണ്ടോടത്ത് യെസ് നോ പറഞ്ഞിരിക്കരുത്, സമയം പോകും. പകരം നോ പറയേണ്ടോടത്ത് നോ പറയണം, യെസ് പറയേണ്ടോടത്ത് യെസ് പറയണം. ആമേൻ. ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്ത് വന്നാലും നോ. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ അത് ഇന്ന ആളല്ലേ നോ എന്ന് ഞാൻ എങ്ങനെ പറയും? അങ്ങനെയല്ല. ഒന്നും ഇമോഷണലി ചെയ്യരുത്. എന്തൊരു കാര്യം വരുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. മുട്ടുമടക്കുമ്പോൾ ദൈവം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നമ്മളോട് സംസാരിക്കും. ആമേൻ. നമ്മുടെ ആഗ്രഹവും വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കരുത്. പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ആഗ്രഹമാണ് ദൈവം പറഞ്ഞത് നമുക്ക് തോന്നിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? പകരം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, കർത്താവെ അങ്ങ് തരുന്ന വചനത്തിന് എനിക്ക് 3 സ്ക്രിപ്ചർ വളരെ വ്യക്തമായിട്ട് അങ്ങ് എനിക്ക് തരണമെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. മാത്രമല്ല, ഈ സ്ക്രിപ്ചർ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. നമുക്ക് പ്രഷറായിരിക്കില്ല, സന്തോഷമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ തെറ്റായത് മുന്നോട്ടേക്ക് പോയാൽ ദൈവത്തിന്റെ പ്രഷർ നമ്മുടെ പുറകെ പിടിക്കും. ദൈവം വിടത്തില്ല. കാരണം ദൈവത്തിന് വലുത് തന്റെ പർപ്പസാ. ആമേൻ. ദൈവത്തിന് വലുത് തന്റെ പർപ്പസാ. യോനെ എങ്ങനെയൊക്കെ ഇട്ട് ഓടിയാലും യോനയുടെ പുറകിലിട്ട് പിടിക്കും ദൈവം. ഞാൻ പറഞ്ഞോടത്ത് വേണം നീ പോകാൻ, നിനക്ക് തോന്നിയോടത്തല്ല നീ പോകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പ്രിയരെ, ഇവിടെ ഗിദെയോനെ ദൈവം മിദ്യാന്യർക്കെതിരെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ, നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയാവുന്നത് വായിച്ചാട്ടെ. അനന്തരം ഗിദെയോൻ എന്ന യെരൂബാലും അവനോടുകൂടിയുള്ള ജനമൊക്കെയും അതികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാനരുടെ പാളയമോ അവർക്ക് വടക്ക് മോരേനരികെ താഴ്വരയിൽ ആയിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോടുകൂടിയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ ഇവിടെ നടക്കുന്ന കാര്യം, മിദ്യാനർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഗിദെയോനും കൂട്ടരും. ടോട്ടൽ ഇവിടെ ആളുകൾ ധാരാളം പേരാണ് ദൈവം കംപ്ലൈന്റ് ചെയ്യുക. കാരണം ഇവരെങ്ങാനും ജയിച്ചാൽ ഇവര് പറയും ഞങ്ങളുടെ കഴിവുകൊണ്ടാ ജയിച്ചെന്ന് പറയും. അപ്പോൾ ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമായത്. ആമേൻ. നമ്മുടെ സ്വന്തം മഹത്വം നമ്മൾ പറയുന്നത് ഏറ്റവും വെറുക്കുന്ന കാര്യം. ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ച നമുക്ക് സ്വന്തം കഴിയാൻ ഒരു കാര്യവും പറ്റില്ല. പകരം എന്ത് സംഭവിച്ചാലും അത് അവന്റെ കൃപയാൽ നമ്മളോട് സംഭവിക്കുന്നതാ. കർത്താവിന്റെ കൃപ നമ്മളോട് അധ്വാനിക്കുന്നതാ. ആമേൻ. അപ്പോൾ ദൈവം പറയുകയാണ്, ഇത്രയും പേരെ നീ വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, നീ ഇവരൊന്ന് ടെസ്റ്റ് ചെയ്യ. അവരോട് പറ, ഭയമുള്ളവർ വിട്ടുപോക്കളാൻ പറ, ഈ ജോലിക്ക് വരണ്ടെന്ന് പറ. വായിച്ചാട്ടെ. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന്, അതായത് യുദ്ധത്തിന് വരണ്ട, മടങ്ങി പൊക്കോട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറേ ജനത്തിൽ 25,000 പേർ മടങ്ങിപ്പോയി. 20,000 പേർ മടങ്ങിപ്പോയി. 20,000 പേർ ആ സമയം മടങ്ങിപ്പോയി. 10,000 പേർ ശേഷിച്ചു. അപ്പൊ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 30,000 പേരില് ഇങ്ങനെ ഭയമുള്ളവർ ഈ പണിക്ക് വരണ്ടെന്ന് പറഞ്ഞപ്പോ എത്ര പേരും പോയി? 22,000 പോയി. ബാക്കി 10,000 ഉള്ളൂ. ഞാൻ ഇവിടെ ഇത് തന്നെ അനൗൺസ് ചെയ്യുക, ഈ പരിപാടിക്ക് ഇറങ്ങണമെങ്കിൽ കർത്താവ് പറഞ്ഞു, നിന്റെ ജീവനെ കൂടി പായ്ക്കാതെ നീ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. ഇത് ഉപജീവനത്തിന്റെ മാർഗമല്ല, ഇത് വയറ്റിപ്പഴപ്പിന്റെ മാർഗമല്ല, ഇത് സ്വന്തം മഹത്വത്തിന്റെ മാർഗമല്ല. ഇത് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളവര് മാത്രം ഇതിനിറങ്ങിയാ മതി. മനസ്സിലായോ? ഭയവും ഭീരുത്വം ഉണ്ടെങ്കിൽ വെറുതെ സമയം കളയല്ലേ. ശ്രദ്ധിക്കുക, ജീവിക്കുന്നത് ഒരു അല്പസമയമാണെങ്കിൽ അല്പസമയം കർത്താവിന് വേണ്ടി ജീവിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം മഹത്വത്തിനോ സ്വന്തം ഇഷ്ടത്തിനോ വേണ്ടി ജീവിക്കരുത്. ഭയമുള്ളവർക്ക് വെച്ചിട്ടുള്ള പദ്ധതിയല്ല ഇത്. ഇത് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇറങ്ങി തിരിച്ചാൽ മതി.
ഞാൻ കഴിഞ്ഞ ദിവസം കുമ്മനാട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ എനിക്ക് കർത്താവിന്റെ ദാസൻ കെ സി ജോൺ പ്രസംഗിക്കുക. കാരണം അതിനു മുമ്പ് ആരോ ഒരാൾ അമേരിക്കയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടൊരു പ്രസംഗം നടത്തി. സൈക്കിളുമായി വന്നാൽ കാറുമായി പോകാം. കൃപയാ ആ സ്വരം ഈ കർത്താവിന്റെ അതിന്റെ ചെവിയിൽ എവിടെയോ വെച്ച് കേട്ടു, ടി വിയിലാണോ എവിടെയോ വെച്ച് കേട്ടു. ആ കർത്താവിന്റെ എഴുന്നേറ്റിട്ട് ഉടനെ പറയാ, ഇന്നത്തെ സുവിശേഷം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മറച്ചല്ല പറഞ്ഞത്, ഇന്ന വ്യക്തി ഇന്ന ആള് ആളുടെ പേര് വന്നിട്ട് പറയാ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. സൈക്കിളുമായി വന്നാൽ കാറുമായി പോകാം. എന്നാൽ ഇത് അങ്ങനെയുള്ള മാർഗമല്ല. ഇത് ജീവൻ കൊടുക്കുവാൻ തയ്യാറുള്ളവർ മാത്രം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ മതി. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പ്രിയരെ, ഭയമുള്ളവര് ഈ പണിക്ക് കൊള്ളത്തില്ല. ആമേൻ. തുടർന്ന് താഴേക്ക് വായിച്ചേ. ഇതിപ്പോ ടെസ്റ്റ് ചെയ്തത് ആരാന്നറിയാമോ? ഗിദെയോനാ ടെസ്റ്റ് ചെയ്തേ. ദൈവം പറഞ്ഞിട്ട് ഇനി ദൈവം പറയാ, ഇനി നീ ടെസ്റ്റ് ചെയ്യണ്ട, ഞാൻ ടെസ്റ്റ് ചെയ്യാം. യഹോവ പിന്നെയും ഗിദെയോനോട് ജനം ഇനിയും അധികമാകുന്നു, ജനം ഇനിയും അധികമാണ്, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ചു ഞാൻ അവരെ പരിശോധിച്ചു തരാം. അവരെ വെച്ച് ആര് പരിശോധിക്കും? ദൈവം അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ, അവർ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാനരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശ്രദ്ധിക്കുക, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലായിരിക്കും. ഇവിടെ ദൈവം ടെസ്റ്റ് ചെയ്തു. എങ്ങനെ? ഗിദെയോന് പോലും പിടുത്തം കിട്ടിയില്ല എങ്ങനെയാ ടെസ്റ്റ് ചെയ്തതെന്ന് ആദ്യം. കാരണം ഈ 10,000 ആളുകളെ ഒരു പുഴയുടെ വക്കലേക്ക് നടത്തി വെള്ളം കുടിക്കാൻ. ഇവരവിടെ ചെന്നപ്പോൾ ചിലര് ഒരു 300 പേര് ഇവരെന്തിനാ ഇറങ്ങിക്കണേന്നറിയാമോ? യുദ്ധത്തിനിറങ്ങിയവര്. ഇവരുടെ പുറകിൽ വില്ലുണ്ടാകും, കയ്യിൽ വാളുണ്ടാകും, എല്ലാം ഉണ്ടാകും. യുദ്ധത്തിനിറങ്ങിയവര് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇതിൽ 300 പേര് മാത്രം ഇതിങ്ങനെ വെള്ളം കോരിയെടുത്തു ഇങ്ങനെ കുടിച്ചു. മനസ്സിലായോ? എന്നാൽ ബാക്കി 9,700 ആളുകള് വെള്ളം എന്ന് വെച്ചാൽ ഫുഡ് കണ്ടപ്പോ തന്നെ അവര് അതിന്റെ മുമ്പില് മുട്ട് മടക്കി, എന്നിട്ട് തല എങ്ങനെ കുടിച്ചേന്നറിയാമോ? അത് കണ്ടതേ, കൈയൊന്നും അവർക്ക് ഇല്ല. അവര് തുടർന്ന് മൊത്തത്തില് കുനിഞ്ഞിട്ട് അതിനെങ്ങ കുടിച്ചു. ഇപ്പൊ ഇവരുടെ കണ്ണു മുഴുവൻ എങ്ങോട്ടാ ഇരിക്കണേ? കണ്ണു മുഴുവൻ ഫുഡിലോട്ടാണല്ലേ. ഫുഡിന്റെ മുമ്പിൽ മുട്ടും മടക്കി കണ്ണു മുഴുവൻ ഫുഡിലോട്ട്. ഇവരെന്തിനാ ഇറങ്ങിയേ? യുദ്ധത്തിനാ ഇറങ്ങിയേ. മനസ്സിലായോ? അപ്പൊ യുദ്ധത്തിന് ഇറങ്ങിയവരുടെ കണ്ണങ്ങോട്ട് പോയി, ഫുഡിലോട്ട് പോയി. കർത്താവ് പറഞ്ഞു, ഇത്രയും ഭൂരിഭാഗം ആളുകളെ എനിക്ക് വേണ്ട, പകരം യുദ്ധത്തിന് ഇറങ്ങിയാൽ ഫുഡ് കഴിക്കണം. ശരിയല്ലേ? അപ്പോ എങ്ങനെ ഫുഡ് കഴിച്ചവരുണ്ട്, അവരെന്ത് ചെയ്യുന്നറിയാമോ? യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിലും അവരുടെ നോട്ടം എങ്ങോട്ടാ? ദർശനം പോയില്ല, പക്ഷെ അവര് ഫുഡ് കഴിക്കുന്നുമുണ്ട്. മനസ്സിലായോ?